ഷെറിനെയും ഗ്രീഷ്മയെയും ഒന്നും ആരും മറക്കില്ല. എന്തായാലും നമ്മൾക്ക് ഇത്തവണ ഷെറിനെ കുറിച്ച് സംസാരിക്കാമെന്ന് തോന്നുന്നു. ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ അങ്ങനെ പുറത്തേക്കിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഇത് ഇറങ്ങാൻ സാധിക്കില്ല എന്നൊക്കെ വാർത്തകൾ വരികയും ചെയ്യുന്നു. എന്തായാലും ഇതിൻ്റെ ഒരു ആകെത്തുക എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ ഏതാണ്ട് 14 വർഷത്തെ ജയിൽവാസത്തിനൊടുവിലാണ് സംസ്ഥാന മന്ത്രിസഭ ഷെറിന് ശിക്ഷാ ഇളവ് അനുവദിച്ചത്. 2009 നവംബർ 8-നാണ് ചെറിയനാട് കാരണവേസ് വില്ലയിലെ ഭാസ്കര കാരണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ ഒന്നാം പ്രതി. ഷെറിന്റെ ആൺസുഹൃത്തായിട്ടുള്ള കുറിച്ചി സ്വദേശി ബാസിദ് അലി, ഇയാളുടെ കൂട്ടാളികളായിട്ടുള്ള കളമശ്ശേരി സ്വദേശി നിതിൻ, ഏലൂർ സ്വദേശി ഷാനൂർ റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ. ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, കേസിലെ വിധി പ്രസ്താവത്തിന് ശേഷവും താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും എന്നാൽ കോടതി വിധിയെ മാനിക്കുകയാണ് എന്നുമാണ് ഷെറിൻ പ്രതികരിച്ചത്. സത്യത്തിൽ മാധ്യമങ്ങൾ അന്ന് അമ്പരന്നുപോയി. തങ്ങളാണ് കൃത്യം ചെയ്തതെന്നും ഷെറിൻ നിരപരാധിയാണെന്ന് കൂട്ടുപ്രതികളും പ്രതികരിക്കുകയും ചെയ്തു. ഷെറിൻ പറഞ്ഞത്, ഡാഡിയെ കൊല്ലണമെങ്കിൽ ഇവരുടെ സഹായം വേണോ? 2 ഗുളിക കൊടുത്താൽ പോരെ? അല്ലെങ്കിലും എന്നെ സംരക്ഷിക്കുന്ന ഡാഡിയെ ഞാൻ എന്തിന് കൊല്ലണം? ഈ ചോദ്യം ഇതായിരുന്നു മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. ഈ ചോദ്യം കേട്ട മാധ്യമപ്രവർത്തകർ സത്യത്തിൽ അമ്പരന്നുപോയി. എന്തായാലും നമുക്ക് ഇതിലെ മറ്റൊരു കാര്യം നോക്കാം. ഈ സംഭവത്തിനു ശേഷം കാരണവേസ് വില്ലയിൽ ആരും താമസിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഷെറിന്റെ മകൻ അന്നത്തെ ആ 4 വയസ്സുകാരനെ ഇപ്പോൾ മുതിർന്ന കുട്ടിയായിട്ടുണ്ട്. മകനെയും ബിനുവിനെയും സഹോദരങ്ങൾ, അതായത് ഷെറിന്റെ ഭർത്താവായിട്ടുള്ള ബിനുവിനെയും സഹോദരങ്ങൾ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇനി പറയാനുള്ളത് ഈ വധത്തെക്കുറിച്ചാണ്. ഭാസ്കര കാരണവരുടെ സ്വത്തിൽ ഷെറിനു കൂടി അവകാശമുണ്ടായിരുന്ന ധന നിശ്ചയാധാരം കാരണവർ റദ്ദു ചെയ്തതിലെ പകയും ബാസിദ് അലിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനുമായിട്ടാണ് പ്രതികൾ കൃത്യം നടത്തിയത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. സംഭവം നടന്ന 7-ാം മാസം തന്നെ കേസിൽ കോടതി വിധി പറയുകയും ചെയ്തു. ഒന്നാം പ്രതി ഷെറിന് വിവിധ വകുപ്പുകളായിട്ട് 3 ജീവപര്യന്തവും 85,000 രൂപ പിഴയുമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയായി വിധിച്ചത്. 2 മുതൽ 4 വരെ പ്രതികളായിട്ടുള്ള കുറിച്ചി ബാസിദ് അലി, കളമശ്ശേരി സ്വദേശി നിതിൻ, കൊച്ചി ഏലൂർ സ്വദേശി ഷാനൂർ റഷീദ് എന്നിവർക്ക് വിവിധ വകുപ്പുകളായിട്ട് 2 ജീവപര്യന്തവും 80,000 രൂപയും വിധിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല. പ്രതികൾ മുൻപ് ക്രിമിനൽ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുമില്ല. മക്കളുണ്ട്, ചെറുപ്പക്കാരാണ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് പ്രതികൾക്ക് വധശിക്ഷ പരിഗണിക്കാതിരുന്നതെന്ന് കോടതി അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഭാസ്കര കാരണവരുടെ ഇളയ മകനായ ബിനു പീറ്റർ കാരണവരുടെ ഭാര്യയാണ് ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ഷെറിൻ. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ബിനുവിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഷെറിനുമായിട്ടുള്ള വിവാഹം നടത്തിയത്. അമേരിക്കൻ മലയാളി കുടുംബവുമായിട്ടുള്ള ബിനുവുമായിട്ടുള്ള വിവാഹം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഷെറിന്റെ കുടുംബത്തിന് സാമ്പത്തിക പരാധീനതകളിൽ നിന്നുള്ള മോചനം കൂടിയായിരുന്നു. 2001 മെയ് 21-നാണ് ഷെറിനും ബിനുവും വിവാഹിതരായത്. ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന ഉറപ്പിലായിരുന്നു കല്യാണം. 1 വർഷത്തിനകം ഇരുവരും അമേരിക്കയിൽ എത്തുകയും ചെയ്തു. അമേരിക്കയിൽ ഭാസ്കര കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കും ഒപ്പമായിരുന്നു ഇവരുടെ താമസം. എന്നാൽ അവിടെ ജോലിക്ക് നിന്നിരുന്ന സ്ഥാപനത്തിൽ ഷെറിൻ മോഷണത്തിന് പിടിക്കപ്പെട്ടതോടെ കാര്യങ്ങളാകെ കൈവിട്ടു. അമേരിക്കയിൽ വെച്ച സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഷെറിനെതിരെ ആരോപണങ്ങൾ നിരന്തരം വന്നു. ഇതോടെ ബിനുവിനെയും ഷെറിനെയും ഭാസ്കര കാരണവർ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. കൈക്കുഞ്ഞുമായിട്ടായിരുന്നു ഇവരുടെ മടക്കം. കുഞ്ഞിന്റെ പിതൃത്വം വരെ തർക്കത്തിലെത്തിയതോടെ പിതൃത്വ പരിശോധന വരെ നടത്തിയിരുന്നു. 2007-ൽ ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കര കാരണവരും നാട്ടിലേക്ക് മടങ്ങി. ചെറിയനാട്ടെ വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് മരുമകളുടെ യഥാർത്ഥ മുഖം അദ്ദേഹത്തിന് പിടികിട്ടുന്നത്. മരുമകളുടെ വഴിവിട്ട ബന്ധങ്ങൾക്കും മകന്റെ നിസ്സഹായതയ്ക്കും അദ്ദേഹം സാക്ഷിയാകേണ്ടി വന്നു. ഷെറിനെ വിശ്വസിച്ച ഭർത്താവ് ബിനു പീറ്റർ വീടിന്റെ മുകൾ നിലയിലായിരുന്നു കിടന്നിരുന്നത്. ഷെറിൻ താഴത്തെ നിലയിലെ മുറിയിലും. അന്നത്തെ സാമൂഹിക മാധ്യമമായിട്ടുള്ള ഓർക്കുട്ട് വഴി പലരുമായും ഷെറിന് സൗഹൃദമുണ്ടായിരുന്നു. ഭാസ്കര കാരണവരുടെ സാന്നിധ്യത്തിലടക്കം ഇത്തരത്തിൽ ഷെറിന്റെ പല സുഹൃത്തുക്കളും കാരണവേസ് വില്ലയിൽ കയറിയിറങ്ങാൻ തുടങ്ങി. ഇതോടെ ഭാസ്കര കാരണവർ തന്റെ ആത്മസുഹൃത്തിനോട് വിവരം പങ്കുവച്ചു. ഒടുവിൽ ഇദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും ഭാസ്കര കാരണവരുടെ മുഖത്തടിച്ചാണ്
ഷെറിൻ ആ അരിശം തീർത്തത്. ഷെറിനെ വേഗം കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് നല്ലതെന്ന് ഇതോടെ കാരണവർക്ക് ബോധ്യപ്പെട്ടു. ആദ്യപടിയായി തന്റെ വസ്തുവിൽ ഷെറിനുണ്ടായിരുന്ന അവകാശം ഒഴിവാക്കി പുതിയ ധനനിശ്ചയാധാരം ഉണ്ടാക്കി. നാട്ടിലെത്തിയതിന് പിന്നാലെ പണം ദൂർത്തടിക്കുകയായിരുന്നു ഷെറിൻ. കാരണവർ മാസം തോറും നൽകുന്ന 5000 രൂപ പോലും തികയാതെയായി. പലരിൽ നിന്നും കടം വാങ്ങി. ഒടുവിൽ ഈ കടമെല്ലാം വീട്ടുന്നത് ഭാസ്കര കാരണവരുമായി മാറി. സീരിയൽ നടന്മാർ മുതൽ പലരും ഷെറിന്റെ സൗഹൃദ വലയത്തിൽ ഉണ്ടായിരുന്നതായി അന്ന് പോലീസ് പറഞ്ഞിരുന്നു. സീരിയൽ നടനൊപ്പം മൂന്നാറിലും ചെന്നൈയിലും ഷെറിൻ യാത്ര പോയതായിട്ടും അന്ന് റിപ്പോർട്ടുകളൊക്കെ വന്നു. രാത്രി വൈകും വരെ മദ്യപാനമായിരുന്നു ഷെറിന്റെ പതിവ്. സുഹൃത്തുക്കളായിരുന്നു യുവതിക്ക് മദ്യം എത്തിച്ചു നൽകിയിരുന്നതെന്നും അന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഷെറിന്റെ സൗഹൃദ വലയത്തിലെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായിരുന്നു കേസിലെ 2ാം പ്രതിയായിട്ടുള്ള ബാസിദ് അലി. ഓർക്കുട്ട് വഴിയായിരുന്നു ഇയാളുമായി പരിചയം. സ്വത്തിലെ അവകാശം നഷ്ടമായതോടെ കാരണവരെ വകവരുത്തി ബാസിദ് അലിക്കൊപ്പം ജീവിക്കാനായിരുന്നു ഷെറിൻ പദ്ധതിയിട്ടത്. ഇതിനായി വാതിൽ തുറന്നു നൽകിയതും കിടപ്പുമുറിയിലേക്ക് കൂട്ടുപ്രതിയെ കൊണ്ടുപോയതുമെല്ലാം ഷെറിനായിരുന്നു. ഭാസ്കര കാരണവരുടെ കൊലപാതകത്തിൽ പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിയാണ് പ്രതികളെ കുടുക്കിയത്. സിനിമകളും സീരിയലുകളും കണ്ട് കൊലപാതകം ആസൂത്രണം ചെയ്ത ഷെറിന് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ മരുമകൾ ഷെറിനാണ് വീടിന്റെ മുകൾ നിലയിൽ ഒരു സ്ലൈഡിംഗ് ജനാലയുണ്ടെന്നും അതുവഴി പുറത്തു നിന്നൊരാൾക്ക് എളുപ്പത്തിൽ 2ാം നിലയിലേക്ക് പ്രവേശിക്കാമെന്നും പറഞ്ഞത്. എന്നാൽ ഒരു ഏണിയില്ലാതെ ഒരാൾക്ക് അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിയില്ല. തിരച്ചിലിൽ പറമ്പിൽ മതിലിനോട് ചേർന്ന ഒരു ഏണി പോലീസ് സംഘം കണ്ടെത്തി. എന്നാൽ അതിൽ മുഴുവൻ പൊടി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അടുത്ത കാലത്തൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് പോലീസിന് മനസ്സിലായി. കാരണവർ 2 നായ്ക്കളെയും വളർത്തിയിരുന്നു. സംഭവ ദിവസം അവ കുരച്ചിട്ടുമില്ല. അതിനാൽ മോഷ്ടാക്കൾക്ക് വീട്ടിൽ നിന്ന് ആരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. ഇതിനിടെ ഷെറിന്റെ ഫോൺ കോൾ പട്ടിക എടുത്തു നോക്കുമ്പോൾ ഒരു നമ്പറിലേക്ക് 55 തവണ കോൾ പോയതായി കണ്ടെത്തി. 2ാം പ്രതി ബാസിദ് അലിയുടെ ഫോണിലേക്കായിരുന്നു അത്. കൊല്ലപ്പെട്ട കാരണവരുടെ കിടപ്പുമുറിയിലെ അലമാരയുടെ പിടിയിൽ കാണപ്പെട്ട വലത് തള്ളവിരലിന്റെ പാട് ബാസിദ് അലിയുടേതാണെന്ന് പിന്നീട് തെളിഞ്ഞു. കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ച ബാസിദ് ഷെറിന് അണിയിച്ച വെള്ളി മോതിരം ഷെറിന്റെ മുറിയിൽ നിന്നും കിട്ടി. ഇതോടെ കേസിൽ നിർണായക തെളിവുകളുമായി. പ്രതികളെല്ലാം പിടിയിലുമായി. 89ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു. ഒടുവിൽ പ്രതികളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. എന്തായാലും ഈ പ്രതിയെ, അതായത് ഷെറിനെ സ്വീകരിക്കാനാണ് ഒരു പ്രമുഖ നേതാവിന്റെ PA ഈ ജയിലിന് മുൻപിൽ വന്ന് കിടന്നിരുന്നത്. എന്തായാലും ഈ ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്, ഏറ്റവും കൂടുതൽ തവണ പരോൾ ലഭിച്ച ഷെറിനെ വേണ്ടിയിട്ടാണ് ഒരു ഘടകകക്ഷി നേതാവിന്റെ, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ് എന്നൊക്കെ അറിയുന്നു, ആ നേതാവിന്റെ PA ജയിലിനു മുമ്പിൽ കാത്തുകെട്ടി കിടന്നത്. എന്തായാലും ഇതുമായിട്ടുള്ള ഈ മന്ത്രിയുടെ ഷെറിനുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ ഉള്ളത് പുറത്തു വരേണ്ട കാര്യമാണ്. പക്ഷേ ഷെറിൻ ചെയ്തിട്ടുള്ളത് നീതീകരിക്കാൻ പറ്റാത്ത കുറ്റകൃത്യമാണ് എന്നുള്ളത് വ്യക്തവുമാണ്. സ്വന്തം ഭർത്താവ് മുകൾ നിലയിൽ ഇരിക്കെ താഴെ വഴിവിട്ട ബന്ധങ്ങളാണ് ഷെറിനെ നയിച്ചിരുന്നത്. സമ്പത്തും വഴിവിട്ട ബന്ധങ്ങളും തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് ഷെറിനെ നയിച്ചതും എന്നുള്ളത് ഉറപ്പാണ്.